ഞാനിപ്പോ എന്താ പിള്ളേരെ ഞാനിങ്ങനെ എന്താന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ചില സമയത്ത് ഞാനിങ്ങനെ ഇരുന്ന് ആലോചിക്കും, ശരിക്കും നമ്മൾ ആരാ, ശരിക്കും നമ്മൾ എന്തിനു വേണ്ടിയാ ജീവിക്കണേ? എൻ്റെ ഓരോരോ തോന്നലാണ്. നിങ്ങൾക്കൊക്കെ തോന്നാറുണ്ടോ? ഞാനിങ്ങനെ ഇടയ്ക്കിരുന്ന് ആലോചിക്കും, എന്തിനാണ് ഡെയിലി രാവിലെ പണിക്ക് പോകണത്, എന്തിനാണ് കഴിക്കണം പിന്നെ നമുക്ക് വിശക്കണമുണ്ട് എന്ന് വിചാരിക്കുക. പക്ഷെ ഡെയിലി പണിക്ക് പോയിട്ട് വീണ്ടും വന്നു, വീണ്ടും പോയി, വീണ്ടും വന്നു, എന്തെങ്കിലുമൊക്കെ EMI അടയ്ക്കും. ആഗ്രഹമുള്ള സാധനം മേടിക്കണമെങ്കിൽ സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള പിള്ളേർക്ക് സാധാരണ എന്തെങ്കിലുമൊക്കെ മേടിക്കാനായിരിക്കുമല്ലോ EMI എടുക്കണത്. ഈ EMI അടച്ച് ജീവിക്കാനാണോ നമ്മൾ ഈ ജീവിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്? ചില സമയത്തോർക്കും വീട്ടുകാർക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നു. എന്നാൽ വീട്ടുകാർക്ക് വേണ്ടി നമ്മൾ ജീവിക്കുന്നത് നമ്മൾ എല്ലാം ചെയ്തും എല്ലാ കാര്യങ്ങളും നേടിക്കൊടുത്തും വന്നിരിക്കുമ്പോഴത്തേക്ക് ഏറ്റവും അവസാനം ഏതെങ്കിലും ഒരു കുരുപ്പ് നമ്മുടെ മൂത്തതായാലും ഇളയതായാലും വീട്ടിൽ പണിക്കൊന്നും പോവില്ലാണ്ടിരിക്കും. അവൻ എന്തെങ്കിലും ഒരു ദിവസം വല്ല പണിക്കൊക്കെ പോയി ഒരു 10, 100, 200, 300, 500, 10,000 രൂപയൊക്കെ കൊണ്ടുപോയി കൊടുക്കുമ്പോഴത്തേക്കും അതിൽ ഇത്ര നാളും നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ആ വാല്യുബിൾ ടൈം പോട്ടെ, നമ്മുടെ വാല്യുബിൾ ആയിട്ടുള്ള നമ്മുടെ പൈസ ഇത്ര കാലം കൊണ്ട് നമ്മൾ നേടിയെടുത്ത് നമ്മൾ ഉണ്ടാക്കി കൊടുത്ത വരുമാനങ്ങളൊന്നും അവിടെ ആ ഒരു വരുമാനത്തിന് മുമ്പിൽ മറിഞ്ഞു പോകുന്നതായിരിക്കും മക്കളെ. അങ്ങനെ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ട. പണിക്ക് പോയി പണിയെടുത്ത് നമ്മൾ ഓരോന്ന് ഉണ്ടാക്കിയും പിറക്കുക ഓരോന്നൊക്കെ ചെയ്തു കൊടുക്കുമ്പോഴും നാളെ ഒരിക്കലും മറ്റൊരാൾ വന്ന് കയറി കഴിഞ്ഞ് ഒരു 50, 200 കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അവനായിരിക്കും ഏറ്റവും വലിയവൻ അല്ലേ? അപ്പോൾ നമ്മളാരായി? ഇത്ര നാളും പണിയെടുത്തു അവനവൻ്റെ ആരോഗ്യം കളഞ്ഞു എല്ലാവിധ കാര്യങ്ങളും കളഞ്ഞ് പണിയെടുത്ത് മുന്നോട്ട് പോകുന്ന കുറേ ചെറുപ്പക്കാർ നമ്മുടെ ഈ നാട്ടിലുണ്ട്. ഇവരൊന്നും ആരും കാണാനുമില്ല, സഹായിക്കാനുമില്ല. ഞാനൊക്കെ പണ്ട് വിചാരിക്കുന്നത് പണ്ട് സ്വർഗത്തിൽ നിന്നും അല്ല ആകാശത്തു നിന്നും മാലാഖമാരിറങ്ങി വന്ന് നമ്മുടെ കഷ്ടപ്പാടും ദുരിതവും കണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരുമെന്ന് ഞാനിങ്ങനെ പണ്ട് വിചാരിക്കാറുണ്ട്. സ്വപ്നങ്ങൾ ഇപ്പോഴും കാണാറുണ്ട്. ഏതെങ്കിലും ഒരു ദൈവം നമ്പുരാൻ നമുക്ക് ഇറങ്ങി വന്ന് നമ്മളെ കരകയറ്റും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ നമ്മൾ പണിയെടുക്കണം, നമുക്ക് തിന്നണമെങ്കിൽ നമ്മൾ പണിയെടുത്ത് കാശുണ്ടാക്കി തിന്നണം. നമുക്ക് വേണ്ടി ആരും ഒന്നും ചെയ്തു തരില്ല. അപ്പോൾ നമ്മളെന്താ വേണ്ടേ? നമുക്ക് വേണ്ടി പണിയെടുക്കാനും നമുക്ക് വേണ്ടി തിന്നാനും നമ്മുടെ സന്തോഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഏതാണെന്ന് വെച്ചാൽ ചെയ്യാനും നമ്മൾ കാശ് കണ്ടെത്തി നമ്മുടെ മനസ്സിനും ശരീരത്തിനും വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കുമ്പോഴായിരിക്കും നമുക്ക് നമ്മളെന്താണ്, നമ്മളാരാണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചെറിയ എന്തെങ്കിലുമൊക്കെ കിട്ടാണ്ടൊന്നും ഇരിക്കില്ല. അപ്പോൾ ശരിയല്ലേ? ശരിയായിരിക്കും. ശരിയാവാണ്ടൊന്നും ഇരിക്കില്ലല്ലോ. പിന്നെ എന്തെങ്കിലും ഒരു കാലത്ത് ദൈവം രക്ഷപ്പെടുത്തായിരിക്കും. മേളിയിട്ടൊന്നും നോക്കണ്ട, അവിടെ ആരും ഒന്നും ഇരിക്കണില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കി ഭഗവാനെ ഇന്ന് വിളിക്കാൻ മാത്രമേ ഉള്ളൂ പിള്ളേരെ കാര്യങ്ങൾ.